ഹലോ കൂട്ടുകാരെ, ഇതെവിടെയാണെന്നറിയാമോ? നമ്മുടെ കായംകുളത്ത് കൃഷ്ണപുരത്തെ അമ്മൻകോവ് അമ്പലത്തിൽ നടക്കുന്ന തൈപ്പൂയം ആഘോഷമാണിത് കേട്ടോ. ഇപ്പം ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ തൈപ്പൂയം മഹോത്സവം നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഞാൻ കാണാനായിട്ട് അവിടെ പോയതാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഇത് തൈപ്പൂയം ആഘോഷിക്കുന്നുണ്ട്. മകരമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. മനസ്സിലായോ? മകരമാസത്തിലെ പൂയം നാൾ ദിവസമാണ് ഈ തൈപ്പൂയം ആഘോഷിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ എന്താ പറയുന്നത്, ഓരോ ഐതിഹ്യങ്ങളാണ്. സുബ്രഹ്മണ്യൻ്റെ പിറന്നാൾ ദിനമാണ് തൈപ്പൂയം എന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പിന്നെ എന്താ പറയുന്നത്, സുബ്രഹ്മണ്യൻ താരാസുരനെ യുദ്ധത്തിൽ വധിച്ചതിൻ്റെ വിജയം ആഘോഷിക്കുന്നതാണ് ഈ തൈപ്പൂയ ദിനത്തിൽ എന്നും പറയുന്നുണ്ട്. വേറെ ചിലർ പറയുന്നത് സുബ്രഹ്മണ്യൻ്റെ വിവാഹ ദിനമാണ് തൈപ്പൂയ ആഘോഷം നടത്തുന്നൊരു ഐതിഹ്യമുണ്ട്. കറക്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും തൈപ്പൂയം ആഘോഷിക്കുന്നുണ്ട്. ഇത് കണ്ടോ, തൈപ്പൂയം നമ്മുടെ വായിക്കകത്തൂടെ ഈ ചീക്സിൻ്റെ ഇടയിൽ കൂടാണ് ഈ തൈപ്പൂയം ഭസ്മമൊക്കെ തേച്ചിട്ടാണ് ഇവർ കുത്തിയിറക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ രണ്ട് സൈഡിലും, ശൂലത്തിൻ്റെ രണ്ട് സൈഡിലും നാരങ്ങ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? മറ്റ് വഴി പോകുന്നവരുടെ ഒന്നും ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ തൈപ്പൂയത്തിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾ ശൂലം കുത്തുക, ഗരുഡൻ തൂക്ക്, കാവടിയാട്ടം, ഇങ്ങനെ ഓരോ നേർച്ചകൾ നേരുന്നതാണ്. ചിലർ ശൂലം കുത്തും, ചിലർ കാവടിയെടുക്കും, ചിലർ ഗരുഡൻ തൂക്ക്, അങ്ങനെ പല ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചാണ് ഈ ഡിവോട്ടീസ്, ഈ വിശ്വാസികൾ ഓരോ നേർന്ന് ഉപവാസം എടുത്തൊക്കെയാണിത്. അപ്പം മാംസങ്ങളൊന്നും കഴിക്കത്തില്ല, വെജിറ്റബിൾസ് മാത്രമാണ് അപ്പോൾ അവർ കഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് എന്താ പറയുന്നത്, ഉപവാസം എടുത്തും ഒരുപാട് പ്രാർത്ഥിച്ചുമൊക്കെയാണ് ഈ ശൂലം കുത്ത് നടത്തുന്നതും കാവടി എടുക്കുന്നതുമൊക്കെ. ഓക്കെ, കണ്ടോ, ഇവരൊക്കെ ഇപ്പം അനുഗ്രഹം കയറുമ്പോഴാണ് ഇവരിങ്ങനെ തുള്ളുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കയറുമ്പോഴാണ് ഈ തുള്ളുന്നത്. കണ്ടോ, ഈ ആളൊക്കെ നല്ലവണ്ണം ഇങ്ങനെ എന്താ പറയുന്നത്, ഒരുപാട് പേര് പിടിച്ചാണ് ഇവരെ കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. കണ്ടോ, ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടോ, ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കയറുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല. കണ്ടോ, ഇയാളൊക്കെ കണ്ടോ, ശൂലം വായിക്കകത്തൂടെ കുത്തിയിറക്കിയാണ്. ഇത്രയും നീളത്തിലുള്ള കമ്പിയാണ് കുത്തിയിറക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണിത് എന്തൊക്കെയാണെന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. ഹിന്ദു ആചാരപ്രകാരം അവരുടെ വിശ്വാസമാണ് അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ശൂലം കുത്തുന്നതും മറ്റുള്ള ഓരോ കാര്യങ്ങളും നടത്തുന്നതും എടുക്കുന്നതും ഒക്കെ. കണ്ട, ആളുകൾ പിടിക്കുന്നുണ്ട്. കാരണം ഇവർ വീഴും, അല്ലെങ്കിൽ പിടിച്ചിട്ടില്ലെങ്കിൽ ഇവർ വീഴും താഴോട്ട്. എനിക്ക് തോന്നുന്നു ഇവർ രാവിലെ പോയി ഈ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയാണ് ഇത് ശൂലം കുത്തുന്നതും കാവടി എടുക്കുന്നതും ഒക്കെ. ഇതിപ്പോൾ ഇവർ ദൂരെ ഒരു അമ്പലത്തിൽ നിന്ന് പോയി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ആളൊക്കെ കാണിക്കുന്നത് കണ്ടോ. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കയറുന്നതാണ്. ഓക്കെ, ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ആളുകളെ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ എനിക്കിത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ടേ പോയിട്ടില്ല. ഇതിങ്ങനെ വരിയായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഒത്തിരി ദൂരെ നിന്നാണ് ഇവർ വരുന്നത്. വേറെ ഒരു അമ്പലത്തിൽ നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ആ അമ്പലത്തിൽ പോയി ശൂലം കുത്തിയിട്ട് അവിടുന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ അവരൊക്കെ ക്ഷീണിച്ച് തളർന്ന് വരിക. കണ്ടോ, റോഡിൻ്റെ രണ്ട് സൈഡിൽ നിറച്ച ആളുകൾ നിൽക്കുകയാണ്. പിന്നെ ഈ ശൂലം കുത്തുന്ന ആൾക്കാരുടെ ബന്ധുജനങ്ങളും ഒക്കെ അവരുടെ ഒപ്പം ഉണ്ട്. പിന്നെ ഇവരുടെ പിടിക്കാൻ 1, 2, 3 പേരൊക്കെ കൂടെ നിൽക്കും. കാരണം ഇവർക്ക് അനുഗ്രഹം കയറുമ്പോൾ ഇവർക്ക് അറിയില്ല ഇവരെന്താ ചെയ്യുന്നതെന്നൊന്നുമേ. അപ്പം തണുത്ത വെള്ളമൊക്കെ അവരുടെ കാൽപാദങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ട് തണുപ്പിന് വേണ്ടിയിട്ട്. കണ്ടോ, ആ മനുഷ്യൻ്റെയൊക്കെ വായിക്കകത്തൂടെയൊക്കെ ശൂലം കയറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ. അതാണ് ഈ പയ്യൻ നിൽക്കുന്ന കണ്ടേ.
അതിന് യാതൊരു അനക്കവും ഇല്ലാതെ നിൽക്കുക. കണ്ടോ ഈ ശൂലം കുത്തിയ പിള്ളേർ വരുന്ന കണ്ടോ? ഇവിടെ എല്ലാം ചീക്സിൽ കൂടെ ശൂലം കുത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറകിന് പിന്നെ ചിലരൊക്കെയാണെങ്കിൽ കുട്ടികളെയൊക്കെ ഒരുക്കിയൊക്കെ ഇരുത്തിയിട്ടുണ്ട് തേരിനകത്തൊക്കെ. അതാണ്ട് തേരിനകത്തൂടെ വലിച്ചാണ് ഇത് പോകുന്നത് കണ്ടോ. അവരെ തേരുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കണ്ടോ കുട്ടികളെയൊക്കെ ഒരുക്കി 2 കൊച്ചു പിള്ളേർ ഒരുങ്ങിയിരിക്കുന്ന കണ്ടോ. ഇതിൻ്റെ പുറകിൽ ഇതുപോലെ തന്നെ ഈ ഇതിനെന്താ പറയുന്നത്, വാദ്യമേളങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. വാദ്യമേളങ്ങൾ ഒരുപാടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ലാസ്റ്റ് വരുന്നതെല്ലാം ഞാൻ ചെയ്തു. കാരണം ആദ്യമൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല, ഭയങ്കര തിരക്കാണ്, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് വന്നതെല്ലാം ഞാൻ ശരിക്കും എടുത്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോ. പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഒക്കെ തരിക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. കാരണം എന്നിലൂടെ പുതിയ അറിവുകൾ ആർക്കെങ്കിലും തരാൻ പറ്റുമെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. അപ്പം കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഇതാണ് ഗരുഡൻ തൂക്കെന്ന് പറയുന്നത്. ഇതും ഓരോ വർഷിപ്പാണ് കണ്ടോ. രഥത്തിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. കാലും കൈയും ഒന്നും എങ്ങും മുട്ടിയിട്ടില്ല കണ്ടോ. നോക്കിക്കേ, എങ്ങും മുട്ടിയിട്ടില്ലേ. വണ്ടിയിലിങ്ങനെ രഥത്തിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കണ്ടോ. കാലും എങ്ങും മുട്ടിയിട്ടില്ല, ശരീരവും എങ്ങും മുട്ടിയിട്ടില്ല, ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. കണ്ടോ. ഇവരൊക്കെ കഠിനമായിട്ട് ഉപവാസം എടുത്തിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ നല്ലവണ്ണം ഉപവസിച്ചിട്ടാണ് ഇത് ഓരോന്നും ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും തൈപ്പൂയ ദിനാശംസകൾ. പിന്നെന്താ പറയുന്നത്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളിതൊക്കെ ഇങ്ങനെയുള്ള കാണുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലവ് യു. ഗോഡ് ബ്ലെസ്.